വയനാടിൻ്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ വയനാട്ടിലെ വനവും വയലും കുന്നും ഒക്കെ നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ഓരോ വ്യക്തിയുടെ ആവശ്യമാണ്. അപ്പം ആ ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് നമ്മൾ മുന്നോട്ട് വരേണ്ട കാലമാണ്. അതിനുള്ള ആഹ്വാനമാണ് നമ്മുടെ ബാദുഷായ്ക്കെ പോലെയുള്ള പരിസ്ഥിതിവാദികൾ നടത്തുന്നത്. ഒരു ഭ്രാന്തമായ വികലമായ വികസന ആശയത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിന് ചോദ്യം ചെയ്യേണ്ടത് ഓരോ വയനാട്ടുകാരൻ്റെ ഉത്തരവാദിത്വമാണ്. നാളെ വയനാട് നിലനിൽക്കണമെന്നും നമ്മുടെ മക്കളും അവരുടെ മക്കളുമൊക്കെ ഈ നാട്ടിൽ നമ്മൾ അനുഭവിച്ച കാലാവസ്ഥയും വിഭവങ്ങളുടെ സമ്പന്നതയൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വനത്തെയും നമ്മുടെ കുന്നുകളെയും വയലും ഈ കാലാവസ്ഥയും ഒക്കെ നിലനിർത്താനുള്ള ശ്രമങ്ങളിൽ പങ്കുചേരേണ്ടതുണ്ട്. ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു സമരമുണ്ടല്ലോ, ഈ ബാദുഷായ്ക്ക ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക്, തുരങ്കപാതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ എതിരെ ഉള്ളൊരു സമരം മാത്രമല്ല, അതൊരു ഭീഷണിയാണ്. അതിലൊരു സമരമൊന്നും നമ്മൾ കാണുന്നില്ല. അതിൽ വെറും ഭീഷണി സ്വരങ്ങളും തേജോവധങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. അതൊരു വ്യക്തിക്ക് നേരെയാണെന്ന് തോന്നുന്നില്ല, അതൊരു ആശയത്തിനെതിരെയാണ്. അതുതന്നെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് 5 പാതകളുണ്ട് വയനാടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും കേരളത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ 5 പാതകളും പോരാ എന്നുള്ളതാണ് ഒരു അസംഷൻ. എന്തിനു പോരാ എന്നുള്ള തിരിച്ചൊരു ചോദ്യമുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, എന്ത് തരം ട്രാഫിക്കാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇത്രയധികം ഹെവി വെഹിക്കിൾ ട്രാഫിക് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കും ഉള്ള ഹെവി വെഹിക്കിൾ ട്രാഫിക് എന്തുകൊണ്ട് വയനാട്ടിൽ കൂടെ പോകുന്നു എന്നുള്ളൊരു മറുചോദ്യമുണ്ട്. വേറെ വഴികൾ കണ്ടുകൂടെ എന്നുള്ളത്. അപ്പം ഇത് വേറെ ആരുടെയൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് വയനാടിൻ്റെ കണക്ടിവിറ്റിയെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത്. പിന്നെ പറയുന്നൊരു കാര്യം, വയനാട്ടുകാർക്ക് പെട്ടെന്ന് കോഴിക്കോട് ആശുപത്രിയിലെത്താൻ വേറെ എന്താ വഴി, ഇപ്പോൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ ചോദ്യം, വയനാടെന്ന് പറഞ്ഞ ജില്ല ഉണ്ടായിട്ട് 42 വർഷം കഴിയുന്നു. ഇന്നും ഒരു നല്ല മെഡിക്കൽ കോളേജ്, നല്ലൊരു മെഡിക്കൽ ഫെസിലിറ്റി ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഭരിച്ച ആളുകളുടെ എന്ത് ഉത്തരവാദിത്തമാണോ ജനങ്ങളോട് അവർ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. ഈ ഒരു തുരങ്കത്തിന് തന്നെ 2134.5 കോടി രൂപയാണ് ബഡ്ജറ്റ് പ്രകാരം, സർക്കാരിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം വെച്ചിരിക്കുന്നത്. അതിൻ്റെ എത്രയോ മടങ്ങ് പ്രോജക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ആകും എന്നുള്ളത് ഇതുവരെയുള്ള പ്രോജക്റ്റുകൾ കണ്ടുകൊണ്ട് നമുക്കറിയാം. ഇതിൻ്റെ 4-1 മുടക്കിയാൽ തന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വരെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനൊക്കും. അതൊന്നും ചെയ്യാതെ വയനാട്ടുകാരൻ ചുരമിറങ്ങി കോഴിക്കോട് പോയി മാത്രമേ ചികിത്സിക്കാവൂ എന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. വയനാട്ടിൽ വേണ്ട എന്താണെന്നുള്ളതിനെപ്പറ്റിയും വയനാട്ടുകാർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി ആരും ചോദിക്കുന്നത്. വേറൊരു അസംഷൻ, എല്ലാവരും സന്തോഷം, വയനാട്ടുകാർക്കെല്ലാം സന്തോഷമാണ് ഈ തുരങ്കം വരുന്നതെന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് തുരങ്കം? ഞാൻ തിരുനെല്ലിക്കാരനാണ്. എനിക്ക് കോഴിക്കോട് പോകാനായിട്ട് തുരങ്കം വഴി പോയി കഴിഞ്ഞാൽ ദൂരമൊന്നും കുറയില്ല. വയനാടിൻ്റെ ഇതേ തൊട്ട് ഇപ്പോൾ ബത്തേരിയിലിരിക്കുന്ന ആളോ അല്ലെങ്കിൽ മറ്റ് ഏത് കോർണറുകളിലിരിക്കുന്ന ആളുകൾക്കോ ഈ മേപ്പാടിയിലെ തുരങ്കം കൊണ്ട് കോഴിക്കോട്ടേക്കുള്ള ദൂരമൊന്നും കുറയുന്നില്ല. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യം തിരിച്ച്, ആ രണ്ടാമത്തെ അസംഷൻ്റെ തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കണം. ഇവർ പറയുന്ന ആകപ്പാടെ ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നത് മേപ്പാടിയുള്ള റിയൽ എസ്റ്റേറ്റ് ലോബിക്കാണ്. അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടൂറിസം ലോബിയുണ്ട്. അവർക്കാണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം വ്യക്തമാകുന്നത്. ഞങ്ങൾക്ക് കർഷകർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കോ ഒന്നും തുരങ്കം കൊണ്ട് ഗുണമുണ്ടാകുമെന്നൊന്നും പ്രത്യേക ധാരണയൊന്നുമില്ല. ഈ തുരങ്കപാത ഇവർ തുറക്കുന്ന ആ മലനിര എന്താണെന്നുള്ളതിനെ ഏതാണെന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും അറിയാം. തുടർച്ചയായിട്ട് ലാൻഡ് സ്ലൈഡ്സ്, 2 സൈഡിലും ലാൻഡ് സ്ലൈഡ്സ് നടക്കുന്ന ഒരു മലനിരയാണ് തുരന്നുകൊണ്ട് തുരങ്കപാത വരുന്നത്. അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയും ദുർബലമായിട്ടുള്ള, ഇത്ര ജൈവസമ്പത്തുള്ളതും എന്നാൽ ദുർബലവുമായിട്ടുള്ള ഒരു മലനിരയിൽ ഇങ്ങനെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ഇങ്ങനെ ഒരു ഇൻട്രൂസീവായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വരുമ്പോൾ അത് വീണ്ടും ഇതിനെ ദുർബലമാക്കില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ ഇതിന് അനുമതി നൽകിയ, സർക്കാർ അനുമതി നേടിയെടുത്തത് സ്റ്റേറ്റ് എക്സ്പേർട്ട് എൻവയോൺമെൻറ്റൽ അപ്രൈസൽ കമ്മിറ്റിയുടെ പെർമിഷൻസോടുകൂടിയാണ്. അവരുടെ 60 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസിൽ അവർ പറയുന്നൊരു കാര്യം ഇതുമാണ്: ഇത് വളരെ ദുർബലമായിട്ടുള്ളൊരു മേഖലയാണ്, ലാൻഡ് സ്ലൈഡ് പ്രോണായിട്ടുള്ളൊരു മേഖലയാണ്. അവിടെ നിങ്ങൾ ഇങ്ങനൊരു തുരങ്കം, ഇങ്ങനൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് 2 മില്ലിമീറ്റർ കൂടുതൽ പ്രകമ്പനം ഉണ്ടാകുന്ന ഒരു സ്ഫോടനവും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ സ്ഫോടനം കൊണ്ടാണല്ലോ ഉദ്ഘാടനം ചെയ്തത്. അതിന് എത്ര മില്ലിമീറ്ററാണ് പ്രകമ്പനം ഉണ്ടായെന്ന് ആരെങ്കിലും അളന്നു? അപ്പം
ഇവർ പറയുന്ന ബേസിക് 60 കണ്ടീഷൻസ്, ആ 60 കണ്ടീഷൻസിനെയും സ്വയം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇന്ന് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന ഉരുൾപൊട്ടലുകൾക്ക് ആരായിരിക്കും കാരണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്, ഈ മേഖലയിൽ വരാൻ പോകുന്ന ഉരുൾപൊട്ടലുകൾക്ക്. രണ്ടാമത്, ഇവിടെ ആദിവാസി മേഖലയില്ല എന്നുള്ളതാണ് പറയുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ പദ്ധതി പ്രദേശത്തിനടുത്ത് തന്നെ ഒരു ആദിവാസി ഉന്നതിയുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഹൈഡ്രോളജിക്കലി ഇത് വളരെ ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് ഒരു ഉറവകളും അല്ലെങ്കിൽ നദികളും പുഴകളും ഒന്നും തോടുകളും ഒന്നും ഉത്ഭവിക്കുന്നില്ല എന്നാണ് പിന്നെ പറയുന്ന ഒരു കാര്യം. അതും തെറ്റാണെന്നുള്ളതാണ് ഇവിടെ ഈ പ്രദേശത്തുകാർക്കും മാത്രമല്ല ഇവിടുത്തെ ജിയോളജിസ്റ്റുകൾക്കും എല്ലാം അറിയാവുന്ന കാര്യം. ഇത് മേജർ ഒരു വാട്ടർ സോഴ്സാണ്. വയനാട്ടിൽ ഏത് കുന്നെടുത്താലും, വയനാടിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, ഏതാണ്ട് 9,000 ചില്ലറ കിലോമീറ്റർ ചാലുകളുള്ള ഒരു പ്രദേശമാണ് വയനാട്. വയനാട്ടിൽ വലിയ പുഴകളില്ല, നീരുറവകളാണ് വയനാട്ടിനെ നിലനിർത്തുന്നത്. അത് ഏത് കുന്നെടുത്താലും. മേപ്പാടിയും വ്യത്യസ്തമല്ല. പ്രധാനപ്പെട്ട പല പുഴകളുടെയും പ്രധാനപ്പെട്ട ഉറവകൾ മേപ്പാടി പ്രദേശത്തു നിന്നാണ്, ഈ പറഞ്ഞ പദ്ധതി പ്രദേശത്തു നിന്നാണ് ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ ഹൈഡ്രോളജിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ഒരു വനമേഖലയാണ്, ഒരു എലിഫൻ്റ് കോറിഡോർ ആണ്. അപ്പോൾ അതിന് വരുന്ന ഡിസ്റ്റർബൻസ് മൂലം അതിന് ശേഷം ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ആര് ഉത്തരം പറയും എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയും ഒരുതരം അഡ്വഞ്ചർ ടൂറിസമാണ് ഇവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൽ സർക്കാർ കാണുന്ന അഡ്വഞ്ചറാണ് ടണൽ, പക്ഷേ ഇതിൻ്റെ അപകടം വരുന്നത് സാധാരണക്കാർക്കാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.